ഹലോ, സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പുറത്താണ്. വേറൊന്നുമല്ല, ഒരു സ്പെഷ്യൽ ഐറ്റം പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് ഒരു അച്ചാറുണ്ടാക്കാനാണ്. അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ അതിന് പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്, ഇരുമ്പം പുളി എന്നും പറയും. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നത്? ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ നമ്മുടെ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ ശരിക്കും കണ്ടത് ഇതിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇതിൻ്റെ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ്. അമ്മ ഇതിൻ്റെ അച്ചാർ സൂപ്പറായിട്ടിടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫാനായത് ഞാൻ. വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ പോയി പറിച്ചെടുക്കാം. ഇത് പാകമായോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ശ്രീവിദ്യ സ്പേസ്. ഇന്ന് ജസ്റ്റ് പറമ്പിലോട്ടൊക്കെ ഇറങ്ങി കുറച്ച് കായ്കനികളൊക്കെ വിളവെടുത്ത് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പുളിഞ്ചിക്ക പറിക്കാം. വളർന്നു ഗൈസ്, കണ്ടില്ലേ? നല്ല ചൂടും വെയിലും വിയർത്തുപോയി. ധാരാളം മീനിൽ ഫിഷ് കറിയിൽ കിട്ടാൻ നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ നമുക്ക് അച്ചാറിടാം. നല്ല കൊതുകാണ്, പറമ്പിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. എന്നെ കടിച്ച് കൊന്നു. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ആയിട്ടേ ഉള്ളൂ. ഭയങ്കര വെയിലാകുന്നുമ്പേ ഇറങ്ങിയതാണ്. അപ്പം പിന്നെ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പം ഇന്ന് കഴിക്കാൻ ദോശയും ഗ്രീൻ പീസ് കറിയാണ് ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൽ ഇട്ടിട്ടുണ്ട്. കൂടെ കട്ട്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തു. അടുത്ത ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ചോറായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അപ്പോൾ അവിയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് വെജിറ്റബിൾസ് എടുക്കണം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഇത് അവിയലിനെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ പച്ചക്കറി എല്ലാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങയിലിടാനായിട്ട് വെളുത്തുള്ളി, ജീരകം, കാന്താരിമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അവിയലിൻ്റെ പച്ചക്കറിയൊക്കെ കുക്കാകുമ്പോഴത്തേക്ക് നമ്മുടെ പുളിഞ്ചിക്ക നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത്രയുള്ളത് നമുക്കൊക്കെ വെച്ച് നോക്കാം. വലിയ പീസിൻ്റെ അത്ര കുഴപ്പമില്ല. ഇത് ഉപ്പ് കൂട്ടി കഴിക്കാം. കഴിച്ചപ്പോൾ വീണ്ടും കഴിക്കാൻ ഒത്തു വരാം. ഉപ്പ് കൂട്ടി കുറച്ച് കഴിച്ച് നോക്കാം. ഇത് കുഞ്ഞു പീസാണ്, വലിയ പീസല്ല. അടിപൊളി, നല്ല പുളിപ്പുണ്ട്. ഞാൻ വെച്ച കുഞ്ഞു പീസിന് അത്ര പുളിപ്പുണ്ടാവുന്നതാണ്. കുഴപ്പമില്ല, ഏറ്റവും ചെറുത് കുഴപ്പമില്ല. ഇനി നമുക്ക് എത്ര പെട്ടെന്ന് അത് കറി വെക്കാം, ഇല്ലെങ്കിൽ അത് ഫുള്ളുണ്ടാവില്ല. കഴിച്ച് തീർക്കും. അപ്പോൾ നമ്മൾ അവിയലിൻ്റെ പച്ചക്കറി എല്ലാം അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരപ്പിടാം. ഇനി കുറച്ച് പുളി ഒഴിച്ചെടുക്കാം. എനിക്ക് തൈര് ഒഴിക്കുന്നതാണ് ഇഷ്ടം, പക്ഷെ എൻ്റെ കയ്യിൽ തൈരില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി. ഓക്കെ, അത് അടക്കണം, ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ നമ്മുടെ അവിയലൊക്കെ സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓവർ ഡ്രൈ അല്ലാത്ത രീതിയിൽ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾക്കിവിടെ ഇഷ്ടം. അപ്പോൾ കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പിങ്ക് അവിയൽ റെഡിയായി. പിങ്ക് ഓർ മജന്ത അവിയൽ. പക്ഷേ ഇത് കൂടുതലും ഒരു ഓറഞ്ച് കളറാണ്. ബീട്രൂട്ടിനേക്കാളും ക്യാരറ്റിൻ്റെ കളറാണ് കുറച്ച് കയറി നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ലേശം നമ്മുടെ വെളിച്ചെണ്ണ. ഓക്കെ, ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ അവിയൽ റെഡിയായി. അപ്പോൾ ഇതേ പുളിഞ്ചിക്കയൊക്കെ ഞാൻ തലയും വാലൊക്കെ കളഞ്ഞ് പിക്കിളിൻ്റെ പരുവത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചേക്കാൻ പോവാണ്. ഫിഷ് വാങ്ങുവാണെങ്കിൽ ഫിഷിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പിട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് കാന്താരി മുളക് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അച്ചാറിലേക്കുള്ള എല്ലാം കട്ട് ചെയ്ത് വെച്ചു. പുളിഞ്ചിക്ക ഉപ്പും കാന്താരിമുളകും ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുകയാണേ. അപ്പോൾ എണ്ണ ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി, നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ പോവാണേ. അപ്പോൾ മുളക് പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്തു. ഇനി ഞാനിതിലിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വച്ചിരിക്കുന്ന പുളിഞ്ചിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിഞ്ചിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിഞ്ചിക്കയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം നല്ല പിടിച്ചു. ഇനി കുറച്ച് നേരം അവിടെ ഇരുന്ന് സെറ്റാവട്ടെ. അപ്പോൾ ഇത് ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചോറ് റെഡിയായി. ഇന്നലത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി, നമ്മുടെ ബീട്രൂട്ട് അവിയൽ, പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പുളിഞ്ചിക്ക അച്ചാർ. പുളിഞ്ചിക്ക അച്ചാറിൻ്റെ ആ ഒരു മണം അടിപൊളി, സത്യം കിട്ടുന്നില്ല. പിന്നെ ദേ ഒഴിച്ച് കറിക്ക് വേണ്ടിയിട്ട് രസം. അപ്പോൾ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു. ഇന്നത്തെ ഇൻട്രോ
വെളിയിൽ നിന്നായതുകൊണ്ട് എൻ്റെയും വെളിയിൽ നിന്നാവട്ടെ എന്ന് വിചാരിച്ചു. ഇന്നത്തെ ജോലിയൊക്കെ തീർത്തിട്ട് ഇനി ഫുൾ റെസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. പിന്നെ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ കമൻറ്റുകളിലൂടെ അറിയിക്കും. അപ്പോൾ ഓക്കെ, ശരി, ബൈ.